Good morning to all. Good morning. Good morning. Good morning. Okay. First of all, sorry for being late. Good morning, ma'am. Good morning, Miss. Morning. Okay, start the talk. Start with prayer. Prayer ഞാൻ ചെയ്യാമേ. Yeah, okay. എങ്ങും എങ്ങും നിറയും വെളിച്ചമേ, എൻ കരളിൽ കൂടിയിരിക്കണമേ. എന്റെ പാദം ഇടറാതിരിക്കുവാൻ എന്നും എന്നിൽ കൃപ ചൊരിയണമേ. പൂവിലൂറുന്ന പുഞ്ചിരി നീയല്ലോ, പുസ്തകം തരും ജ്ഞാനവും നീയല്ലോ. പുല്ലുമാടവും പൂവണിമേടയും തുല്യമായി തരും ശക്തിയും നീയല്ലോ. നല്ല ബുദ്ധിയായി എൻ്റെ മനസ്സിലും, നല്ല വാണിയായി നാവിൻ്റെ തുമ്പിലും, നല്ല ചെയ്തിയായി എൻ പിഞ്ചു കയ്യിലും, നന്മയായി നീ നിറഞ്ഞിരിക്കണമേ. എങ്ങും എങ്ങും നിറയും വെളിച്ചമേ, എൻ കരളിൽ കൂടിയിരിക്കണമേ. Thank you, ma'am. Have a good day, all. Thought of the day ആണ് മിസ്. Okay. ബിപിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ബ്ലഡ് പ്രഷർ. ബി പി കുറഞ്ഞാൽ എന്താണ് സംഭവിക്കുക, എന്തെല്ലാം ഇതിന്റെ ലക്ഷണങ്ങൾ എന്നൊക്കെ നമുക്ക് ഇന്ന് കുറച്ച് നോക്കാം. ബി പി അതായത് രക്തസമ്മർദ്ദം കൂടുന്നത് വലിയ പ്രശ്നങ്ങളാണ് സൃഷ്ടിക്കുന്നത്. എല്ലാവർക്കും അറിയാലോ. അതിനാൽ തന്നെ ബി പി ഉള്ളവരെ അത് നിയന്ത്രിച്ച് മുന്നോട്ട് പോയേ മതിയാവും. ബി പി ഇല്ലാത്തവരാണെങ്കിൽ ബി പിയിലേക്ക് നയിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുകയും വേണം. ബി പി കൂടുതലായാൽ അത് പ്രധാനമായും ഹൃദയത്തെയാണ് ബാധിക്കുന്നത്. ഹൃദയാഘാതം അതായത് ഹാർട്ട് അറ്റാക്ക്, പക്ഷാഘാതം, സ്ട്രോക്ക് പോലുള്ള അതിലേക്കെല്ലാം ബി പി കൂടുന്നത് അതിലേക്കെല്ലാം നയിക്കും. ഇത്തരത്തിൽ ബി പി കൂടുന്നതിനെ അത് കൂടിയാലുള്ള പ്രശ്നങ്ങളെയും കുറിച്ച് ധാരാളം ചർച്ചകൾ വരാറുണ്ട്. എന്നാൽ ബി പി കുറഞ്ഞാൽ അതെങ്ങനെയാണ് നമ്മെ ബാധിക്കുക എന്നത് അധികം ആരും പറഞ്ഞു കേൾക്കാറില്ല. എപ്പോഴാണ് ബി പി കുറയുന്നത്, എങ്ങനെയാണ് ബി പി കുറഞ്ഞു എന്ന് മനസ്സിലാക്കുക? ബി പി 90-60 കുറവാകുമ്പോഴാണ് ബി പി കുറഞ്ഞു എന്ന് മനസ്സിലാക്കുക. എന്നാൽ മനസ്സിലാക്കാൻ എപ്പോഴും സാധിക്കണമെന്നില്ല. എന്തെങ്കിലും ലക്ഷണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കണ്ടാലേ നമുക്ക് ബി പി പ്രശ്നമാണെന്ന് മനസ്സിലാകും. താങ്ക് യു മിസ്. താങ്ക് യു ഫ്രണ്ട്സ്. Yeah, okay, Rishu. Thank you for your valuable thoughts. Thank you, miss. Okay, then. ഇനി ഞാൻ പറയാം. ബി പി എനിക്ക് കുറവാണ്. എപ്പോഴും എനിക്ക് ബി പി കുറവ്, പ്രഷർ, മറ്റേ ഷുഗർ എല്ലാം കുറവ്. ഗുഡ് മോർണിംഗ് മാം ആൻഡ് ഗുഡ് മോർണിംഗ് ഓൾ. ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട അശ്വതി മാമിനെ ബാക്കിയെല്ലാവരെയും ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. Okay. Yeah. Okay. Yeah. Okay. Right. Riju. ഒരുപാട് ഇൻഫർമേഷൻ താങ്ക് യു. ഓക്കെ. സോ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണ് എല്ലാവർക്കും? സുഖാണ് മിസ്. ഓക്കെ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രത്യേകിച്ച് ക്ലാസ് നിർത്തിയില്ല അല്ലേ? റീഡിംഗ് സ്കിൽ ഇംപ്രൂവ് ചെയ്യാൻ നമ്മൾ ട്രൈ ചെയ്തു. എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങൾ വായിച്ചൊക്കെ നോക്കിയോ പിന്നീട്? എന്തോ എക്സസൈസ് ആയിരുന്നു. പക്ഷെ നിങ്ങൾ വായിച്ചൊക്കെ നോക്കിയായിരുന്നോ? പിന്നീട് അതിനെ കുറിച്ചൊന്നും ചോദിച്ചില്ല. ക്ലാസ്സിൽ നമ്മുടെ ചുമ്മാ വായിച്ചിരുന്നില്ലേ? വായിച്ചോ?
ഇല്ലേ? എനിക്ക് സമയം കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ഞാൻ വായിച്ചിട്ടില്ല. കാരണം കുട്ടികൾക്ക് എക്സാമിന്റെ ടൈം അടുത്തോണ്ട് ഫോൺ അവരെ കയ്യില. സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാല് പിന്നെ ചോട്ടാ ബേബി ഉണ്ടല്ലോ വീട്ടില്, അതുകൊണ്ട് ഞാൻ ഒന്നും നോക്കാൻ പറ്റിയിട്ടില്ല. കുഴപ്പമില്ല, സമയം കിട്ടുന്ന നോക്കാട്ടോ. അപ്പോ ഇൻ ഓൺ അറ്റിന്റെ മൂന്ന് പ്രപ്പോസിഷൻ എന്ന എക്സാമ്പിൾ ഒക്കെ നോക്കിയതാണ്, എക്സസൈസ് ചെയ്താണ് അല്ലെ? ചെയ്തല്ലോ, ചെയ്തു. ഇനി നമുക്ക് നെക്സ്റ്റ് അടുത്തൊരു പ്രപ്പോസിഷൻ നോക്കാട്ടോ. അടുത്ത പ്രപ്പോസിഷൻ നമുക്ക് സീൻസ് എടുക്കാം. സീൻസ് ഹെഡിങ് കൊടുത്തോളൂ കേട്ടോ. പൊസിഷൻ സീൻസ്. സീൻസ് എന്ന് പറയുന്നത് ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണെന്ന് പറയാം. മലയാളത്തിൽ പറയുകയാണെങ്കിൽ, മലയാളം പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. മലയാളത്തിൽ പറയുകയാണെങ്കിൽ സിൻസ് മുതൽ എന്നാണ് കേട്ടോ. മുതൽ നമ്മൾ നോർമലി നമ്മൾ പറയാറുണ്ട്, ഞാൻ രാവിലെ മുതൽ പഠിക്കായിരുന്നു, ഞാൻ രാവിലെ മുതൽ പണിയെടുക്കായിരുന്നു അല്ലെ? അപ്പൊ അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ ഈ ഒരു പ്രപ്പോസിഷൻ ആണ് നമ്മൾ മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത് കേട്ടോ, സിൻസ് എന്ന് പറയാം. ഓക്കെ, സിൻസ് പറയാം. സിൻസ് പ്രിപ്പോസിഷൻ എന്ന് പറയുകയാണെങ്കിൽ മുതൽ എന്ന് യൂസ് ചെയ്യാം. പിന്നെ പിന്നീട് എന്നൊരു മീനിങ് വരും, പിന്നീട് എന്നൊരു മീനിങ് വരുന്നുണ്ട്. ദെൻ ഒരു അഡ്വേർബ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇത് നമുക്ക് പല രീതിയിൽ എടുക്കാം കേട്ടോ. പ്രപ്പോസിഷൻ ആണ് മാത്രമല്ല സിൻസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ആസ് ഒരു കൈൻഡ് ഓഫ് പ്രപ്പോസിഷൻ ആൻഡ് അഡ്വേർബ്, ദെൻ ഒരു കൺജക്ഷൻ, ഇങ്ങനെ പല രീതിയിൽ നമുക്ക് ഈ പറയുന്ന സിൻസ് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ ഇപ്പോ ഇവിടെ പഠിക്കുന്നത് ഒരു പ്രിപ്പോസിഷൻ എന്ന നിലയിലാണ് കേട്ടോ. ഓക്കെ, അപ്പൊ പലയിടത്തും സിൻസ് കാണാം. സിൻസ് കാണുമ്പോൾ നിങ്ങൾ അയ്യോ ഇത് പ്രിപ്പോസിഷൻ ആണല്ലോ എന്ന് വിചാരിക്കേണ്ട, പ്രിപ്പോസിഷൻ മാത്രമല്ല കേട്ടോ അത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോ ഇവിടെ പ്രിപ്പോസിഷൻ മീനിങ് എടുക്കുകയാണെങ്കിൽ മുതൽ എന്നൊരു മീനിങ് വരും, മുതൽ അല്ലെങ്കിൽ പിന്നീട് എന്നൊരു മീനിങ് വരാം സംടൈംസ്. ഓക്കെ, ഇത് ഈ പ്രിപ്പോസിഷൻ നമ്മൾ എവിടേക്ക് യൂസ് ചെയ്യും എന്ന് ചോദിച്ചാലും നമുക്ക് എല്ലായിടത്തും യൂസ് ചെയ്യാവുന്നതാണ്. മലയാളത്തിൽ പറയുമ്പോ നമ്മൾ രാവിലെ മുതൽ, മൺഡേ മുതൽ, ജൂൺ മുതൽ, 2020 മുതൽ, 7 മണി മുതൽ, 7 വയസ്സ് മുതൽ അല്ലെ, ഇത്രയും പ്ലേസസിൽ നമ്മൾ യൂസ് ചെയ്യാറില്ലേ? അപ്പോ സിൻസ് എവിടേക്ക് യൂസ് ചെയ്യാം? ഡേ, ഡേറ്റ് 22 മുതൽ പറയാം അല്ലെ. ഡേ, ഡേറ്റ്, മന്ത്, ഇയർ, ടൈം, ഏജ്. ഓക്കെ, അപ്പോ എഴുതാം. സിൻസ് എന്ന് ഹെഡിങ് കൊടുക്കാം, ദെൻ ബ്രാക്കറ്റിൽ മുതൽ എന്ന് എഴുതാം. അതുപോലെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണെന്ന് എഴുതാം. സ്റ്റാർട്ടിംഗ് പോയിന്റ് സ്പെസിഫിക് പോയിന്റ് ഓഫ് ടൈം എഴുതാം കേട്ടോ. സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണെന്ന് എഴുതാം. അതിനുശേഷം ഓരോ പോയിന്റ്സ് എഴുതും കേട്ടോ. എവിടേക്ക് യൂസ് ചെയ്യേണ്ടത് എഴുതിക്കോളൂ. ഡേ, ഡേറ്റ്, മന്ത്, ഇയർ, ടൈം ആൻഡ് ഏജ്. ഓക്കെ, അപ്പൊ അതിന് കൂടെ നമ്മള് ടൈംസ് ഓഫ് ഡേ എന്ന് എഴുതാം കേട്ടോ. ടൈംസ് ഓഫ് ഡേ എന്ന് പറയുമ്പോ അവിടെ മോർണിംഗ്, ഈവനിങ് ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ് അല്ലെ, ടൈംസ് ഓഫ് ഡേ. അപ്പോ ഇവിടേക്ക് എഴുതാം ഡേ, ഡേറ്റ്, മന്ത്, ഇയർ, ടൈം, ഏജ് ആൻഡ് ടൈംസ് ഓഫ് ദ ഡേ. ടൈംസ് ഓഫ് ഡേ.
ഓക്കെ, എഴുതിയോ? Yeah. ഇനി ഇപ്പൊ ഏകദേശം നമുക്ക് മനസ്സിലായല്ലോ, സിൻസ് എവിടെ യൂസ് ചെയ്യണത് മനസ്സിലായല്ലോ. ഇനി എക്സാമ്പിൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും നോക്കി, അതിനുശേഷം ഞാൻ എന്റെ എക്സാമ്പിൾ നിങ്ങൾക്ക് ടെക്സ്റ്റ് ചെയ്ത് തരാം കേട്ടോ. ഓക്കെ, സോ ലെറ്റ്സ് മേക്ക് എക്സാമ്പിൾ യൂസ് ഓഫ് preposition since at least 5 examples. You make 5 examples and then text to me. Okay. ഒരു 5 എക്സാമ്പിൾ ഈ സിൻസ് പ്രിപ്പോസിഷൻ വെച്ചിട്ട് ഒന്ന് ക്രിയേറ്റ് ചെയ്യാം, then എനിക്ക് ടെക്സ്റ്റ് ചെയ്യാം. അതിൽ സെന്റൻസ് വൈസ് മിസ്റ്റേക്ക് ഞാൻ ഇഗ്നോർ ചെയ്തോളാം. കറക്റ്റ് ആയിട്ട് സെൻസ് എവിടെ യൂസ് ചെയ്ത് എന്ന് മാത്രമേ ഞാൻ ചെക്ക് ചെയ്യുന്നുള്ളൂ. ഓക്കെ, മാക്സിമം ചെയ്യാട്ടോ. 5 എക്സാമ്പിൾ ചെയ്യും, അതിനുശേഷം ഞാൻ എക്സാമ്പിൾ ടെക്സ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ടെക്സ്റ്റ് ചെയ്യോട്ടെ, എല്ലാവരും ടെക്സ്റ്റ് ചെയ്യണേ.
ഓക്കെ, എല്ലാവരും ടെക്സ്റ്റ് ചെയ്യൂട്ടോ. എല്ലാവരും ടെക്സ്റ്റ് ചെയ്തതിനു ശേഷം മാത്രമേ ഞാൻ എക്സാമ്പിൾ പറയൂ. ഓക്കെ.
ഓക്കെ, എല്ലാവരും നെക്സ്റ്റ് ചെയ്ത് കഴിഞ്ഞോ? ഇനി ആരും നെക്സ്റ്റ് ചെയ്യാനുണ്ടോ? Anyone? I have known her since we were children. Yeah, has been since this morning. Has been. Yeah. Okay. Riju already I couldn't no I couldn't attend all classes in January. No. Yeah. റീജു ഒഴികെ മറ്റെല്ലാവരും നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്താണോ എക്സാമ്പിൾസ്? ആണോ? പറയൂ. എന്തെങ്കിലും എവിടെയെങ്കിലും റെഫർ ചെയ്തോ? യുവർ ഓൺ ക്രിയേഷൻസ് ആണോ? ഷുവർ? ടൈപ്പ് ചെയ്യുമ്പോഴ് കറക്റ്റ് അല്ലെങ്കിൽ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പൊ കറക്റ്റ് ആണ്. ഞാനും ആലോചിച്ചു. റീജു കീബോർഡില് ആ മിസ്സേ, ഞാന് ഗോകുലേട്ടനോട് ചോദിച്ചതാ മിസ്സേ. അല്ല, നമ്മളിങ്ങനെ ടൈപ്പ് ചെയ്യുമ്പോഴേ അണ്ടർലൈൻ വരും. നമ്മൾ റൈറ്റ് നമ്മള് സെന്റൻസ് കറക്റ്റ് അല്ലെങ്കിലേ, അപ്പൊ ഞാൻ എന്റെ ഇഷ്ടത്തിന് അങ്ങ് കറക്റ്റ് ചെയ്ത് എഴുതി, അത്രേ ഉള്ളൂ. എന്റെ ഇഷ്ടത്തിനല്ല, ഗൂഗിൾ ഇഷ്ടത്തിന് നമ്മൾ കറക്റ്റ് ചെയ്യും. അല്ല, ഗൂഗിളിൽ പോയില്ല, ഞാൻ ഓരോന്ന് നോക്കി മീൻസ് വെച്ചേ, അപ്പൊ അണ്ടർലൈൻ വരാത്തത് അങ്ങ് അയച്ചു. ഞാനും ആലോചിച്ചിട്ടോ, നിങ്ങൾ കൊള്ളാലോ, ഇതിപ്പോ ഞാൻ പഠിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നൊക്കെ വിചാരിച്ച് ഞാൻ ആലോചിച്ചു. റീജു പാവം. ഇവരെല്ലാം ടൈപ്പ് ചെയ്യുമ്പോ തോറ്റു കൊടുക്കരുതല്ലോ, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് നോക്കിട്ട് എഴുതി. റീജു എന്തായാലും കൊള്ളാം, കാരണം റീജുന്റെ എക്സാമ്പിൾ കീബോർഡിന് വരെ മനസ്സിലാക്കാൻ പറ്റില്ല. താങ്ക് യു മിസ്. റീജു ട്രൈ ചെയ്യണത്. എനിക്ക് റീജുവിനെ ഓർത്ത് കുറച്ചുകൂടെ പ്രൗഡാണ്. മീൻസ് ഒട്ടും പഠിക്കാത്ത ഒരാളായിരുന്നു റീജു. എനിക്ക് ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട് റീജു സംസാരിച്ചത്. എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല, എക്സാമ്പിൾ പോലും പറയാൻ എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞൊരാള്, ആ ആളിൽ നിന്ന് ഇത്രയും എക്സാമ്പിൾ വരുമ്പോ ആലോചിച്ച് നോക്കി കുറച്ചൊന്ന് വായിക്കുമ്പോ നല്ലോണം മനസ്സിലാകുന്നുണ്ട്. അത് മിസ് കാരണം. താങ്ക് യു. വരുമ്പോ ട്രീറ്റ് ആയിട്ടൊക്കെ വരും കേട്ടോ. തീർച്ചയായും മിസ് വരുന്നുണ്ടെങ്കിൽ എന്തായാലും മിസ്സിന് ഗിഫ്റ്റ് ഉണ്ടാവും. അയ്യോ വേണ്ട, ചുമ്മാ അയ്യോ, മിസ്സിന് ഗിഫ്റ്റ് ഉണ്ടാവും, എന്റെ ഫ്രണ്ട്സിനും ഗിഫ്റ്റ് ഉണ്ടാവും. മാത്രം മതി, ഗിഫ്റ്റ് ഒന്നും വേണ്ട. അല്ല, സ്നേഹത്തിന്റെ ഒരു ചെറിയൊരു പ്രതീകല്ലേ ഗിഫ്റ്റ്. അവരെ ഓർമ്മിക്കാൻ, നമുക്ക് എപ്പോഴും ഓർമ്മിക്കാൻ അതൊരു സന്തോഷല്ലേ മിസ്? ഒന്നും മറക്കില്ല. ഞാൻ എന്റെ അമ്മയോട് ചുമ്മാ ആണെങ്കിലും പറയുന്ന ഒരു കാര്യം, എന്നെ എവിടെ പോയാലും എന്റെ പിള്ളേരുണ്ടെന്ന് പറയും. എവിടെ പോയാലും എന്നെ മനസ്സിലാകാൻ, എന്നെ തിരിച്ചറിയാനും കുറെ സ്റ്റുഡൻസ് എനിക്കുണ്ടെന്ന് പറയും. ശരിയാ മിസ്സേ. മിസ്സിന് ഇപ്പൊ എല്ലാ ജില്ലയിലും മിസ്സിന്റെ അറിയുന്ന ഏതെങ്കിലും ആൾക്കാരെല്ലാം ഉണ്ടാവും. ഇപ്പൊ അത് നമ്മുടെ ഇപ്പൊ കണ്ണൂരിൽ ഇപ്പൊ എനിക്കറിയാം, തലശ്ശേരിയിൽ ഇപ്പൊ മിസ്സിനെ ഞാൻ കാണുവാണെങ്കിൽ നമുക്കറിയാം ഇത് നമ്മുടെ മിസ്സാണല്ലോ എന്ന്. അങ്ങനെ എല്ലാ ജില്ലയിലും മിസ്സിന് അറിയുന്ന ആൾക്കാരുണ്ട് ഇപ്പൊ. സന്തോഷം. അപ്പൊ എന്നെ എവിടെ വെച്ച് കണ്ടാലും വരണോ കേട്ടോ. ഞാൻ പറഞ്ഞു എനിക്ക് നിങ്ങളെ അറിയില്ല, അറിയാലോ, എനിക്ക് നിങ്ങളെ മനസ്സിലാകുകയില്ല, പക്ഷെ നിങ്ങൾക്ക് തന്നെ അറിയാം. അതുകൊണ്ട് എവിടെ വെച്ച് കണ്ടാലും വന്ന് സംസാരിച്ചോളാം. ഒന്നും വിചാരിക്കണ്ട, മിസ്സിന് എന്തെങ്കിലും തോന്നോ ഒന്നും വിചാരിക്കണ്ട, സന്തോഷം മാത്രമേ ഉണ്ടാവുള്ളൂ. ഞാൻ പെട്ടെന്ന് വണ്ടടിച്ചൊക്കെ നിൽക്കും, അത് വേറെ കാര്യം. ഓക്കെ, അതുകൊണ്ട് വന്ന് സംസാരിക്കാം കേട്ടോ. എവിടെ വെച്ച് കണ്ടാലും ഓടി വരാൻ സംസാരിക്കാം. സെൻസ് ഉപയോഗിക്കുമ്പോൾ സെന്റൻസ് എങ്ങനെയാണ് അതിന്റെ മീൻസ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്, അങ്ങനെ എന്തോ ഉണ്ടല്ലേ? അങ്ങനെയുണ്ട്. ഞാൻ എക്സാമ്പിൾ ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ, എഴുതിയെടുത്തോളൂ. ഇതിൽ പെർഫെക്റ്റ് ആണ് യൂസ് ചെയ്യാൻ. പെർഫെക്റ്റ് ടെൻസ് ആണ്. പെർഫെക്റ്റ് അല്ല, പെർഫെക്റ്റ് കണ്ടിന്യൂസിലാണ് മോസ്റ്റ്ലി. രണ്ടിലും യൂസ് ചെയ്യും. എക്സാമ്പിൾ എഴുതിത്തോളൂ കേട്ടോ.
ഓക്കെ, കംപ്ലീറ്റ് ആയാലോ? ഇതാണ് കേട്ടോ സിംസിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ സിംസ് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ടെൻസ് എടുക്കാമല്ലോ. ഞാൻ ടെൻസ് ക്ലാസ് എടുക്കുന്ന സമയത്ത് സിംസിനെ കുറിച്ച് പറയുന്നുണ്ട്. അത് ഈ പെർഫെക്റ്റ് ടെൻസിലാണ് മോസ്റ്റ്ലി ഇത് യൂസ് ചെയ്യാറ്. അപ്പൊ ആ ടെൻസ് പഠിക്കുമ്പോൾ കുറച്ചുകൂടി നിങ്ങൾക്ക് ഈസി ആവും കേട്ടോ, മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ആ ടൈമിൽ ഞാൻ പറയാം. ഓക്കെ, എഴുതി കഴിഞ്ഞോ? എക്സാമ്പിൾ എഴുതി കഴിഞ്ഞാൽ എല്ലാവരും? ഇല്ല ഇല്ല മാം. ഓക്കെ, കഴിയുമ്പോ പറയൂ കേട്ടോ. മിസ് എന്തോ? മിസ് നെല്ലിക്കന്റെ ഹൽവ ഉണ്ടാക്കിയാ? ഇല്ലാന്നേ, ചെറിയൊരു മടി, ചെറുതല്ല, വലിയ മടി. ആക്കണമെന്നല്ല ആഗ്രഹമുണ്ട്, പക്ഷെ വലിയ മടി. ചെയ്യും ഞാൻ ഒരു ദിവസം, ഞാൻ ട്രൈ ചെയ്യും. ഒരു മൂഡ് വേണം. അപ്പഴത്തേക്ക് മറന്നു പോവില്ല മിസ്സേ? ഇല്ല, മറന്നാ ഞാൻ ലിൻഷി അപ്പൊ തന്നെ കോണ്ടാക്ട് ചെയ്യും. അത് ഉണ്ടാക്കണമെന്നല്ല. ലിൻഷി പറഞ്ഞാണോ? ഏതായിരുന്നു? ലിൻഷി പറഞ്ഞതല്ലേ? അപ്പൊ ലിൻഷിയെ ഞാൻ വിളിക്കുന്നതായിരുന്നു. ഇൻസ്റ്റയിൽ ഒരു മെസ്സേജ് ലിൻഷി എപ്പോഴെങ്കിലും അത് എക്സ്പെക്ട് ചെയ്തോളൂ കേട്ടോ. ഉണ്ടാക്കാൻ പ്ലാൻ ഇടുമ്പോ ഞാൻ ലിൻഷിയെ വിളിക്കും. ലിൻഷി എനിക്ക് ഒരു വോയിസ് നോട്ട് അയക്കാം. ഓക്കെ 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 വെൽക്കം. അപ്പൊ എഴുതി കഴിഞ്ഞു എല്ലാവരും? കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ഒരു പ്രിപ്പോസിഷൻ പഠിക്കാം കേട്ടോ. ഡ്യൂറിംഗ് ആണേ. നെക്സ്റ്റ് ഡ്യൂറിംഗ്. ഡ്യൂറിംഗ് എന്ന് പറയുന്നത് ഒരു കൈൻഡ് ഓഫ് പീരീഡ് ആണ്, ഒരു പീരീഡ് ഓഫ് ടൈം, അല്ലെങ്കിൽ ഒരു പീരീഡിനെ സൂചിപ്പിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പ്രപ്പോസിഷൻ ആണ് ഡ്യൂറിംഗ് എന്ന് പറയുന്നത്. അതിന് മീനിങ് ഒന്നും എനിക്ക് പറയാനൊന്നും അറിയില്ല കേട്ടോ. അതായത് ഇത്രയേ ഉള്ളൂ. നമ്മള് ഇപ്പോ ക്ലാസ് എടുക്കുന്ന സമയത്ത് അല്ലെ, ഡ്യൂറിംഗ് ദിസ് ക്ലാസ് ഐ ടേക്ക് മൈ നോട്ട്സ്, ഐ ടേക്ക് മൈ നോട്ട്സ്. ഞാൻ ഈ ക്ലാസ് നടക്കുന്ന സമയത്ത് ഞാൻ നോട്ട് എഴുതി എന്നാ പറയുന്നത്, നോട്ട് എഴുതിയെടുക്കും. അപ്പോ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതെന്തും ആകാം, കാലഘട്ടമാകാം, ഒരു കൈൻഡ് ഓഫ് ടൈം പീരീഡ് ആകാം, എന്ത് വേണമെങ്കില. ഇപ്പോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോ സമയം വെക്കാം നമുക്ക്. ഒരു 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 എക്സാം നടക്കുന്നു, എക്സാമിന് ഒരു പർട്ടിക്കുലർ ടൈം പീരീഡ് ഉണ്ട് അല്ലെ. ഒരു 1 to അല്ലെങ്കിൽ 10 to 1 ആയിരിക്കാം, ഒരു കൈൻഡ് ഓഫ് പീരീഡ് ആണ് അല്ലെ. അപ്പൊ ആ ടൈമില് ആരും സംസാരിക്കാൻ പാടില്ല. അപ്പൊ ഇങ്ങനെ പറയാലോ, ഡ്യൂറിംഗ് എക്സാം you can speak. During the exam you can speak. അത് ആ ഒരു സെറ്റ് ഓഫ് പീരീഡിൽ നടക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ നമുക്ക് വേണമെങ്കിൽ ഒരുപാട് കാലഘട്ടം പറയുകയാണെങ്കിൽ നമ്മുടെ പ്രഗ്നൻസി പീരീഡ്, അതൊരു കൈൻഡ് ഓഫ് പീരീഡ് തന്നെയാണ്. അതിൽ ഈ ഡ്യൂറിംഗ് വെച്ച് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ ഒരു പീരീഡിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഈ ഡ്യൂറിംഗ് യൂസ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? ഇതിൽ നമുക്ക് എവിടെ യൂസ് ചെയ്യണം, എങ്ങനെ യൂസ് ചെയ്യണം എന്നൊന്നും പറയാനൊന്നും ഇല്ല കേട്ടോ. ഏകദേശം മനസ്സിലായോ? During the exam, you can speak, and I take my notes during the class. എങ്ങനെയും പറയാം. മനസ്സിലായോ? ഡ്യൂറിംഗ് എവിടെ യൂസ് ചെയ്യണം മനസ്സിലായോ? Yeah, okay. So let's write down the examples. Okay. ഒരു മൂന്നോ നാലോ എക്സാമ്പിൾ ആയാലും മതി കേട്ടോ. ഓക്കെ, ടൈം ഇല്ല, പെട്ടെന്ന് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലത്. ഓക്കെ, നെക്സ്റ്റ് ചെയ്യൂ കേട്ടോ.
ഓക്കെ, കുറച്ചുപേരെ ടെക്സ്റ്റ് ചെയ്തു, ക്ലിയർ ആണ് കേട്ടോ. നമുക്ക് ഡ്യൂറിങ് മനസ്സിലായിട്ടുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. ഓക്കെ, അപ്പൊ എന്റെ എക്സാമ്പിൾ ഞാൻ ടെക്സ്റ്റ് ചെയ്യുന്നുണ്ടേ, നമുക്ക് എഴുതും കേട്ടാ. നിങ്ങൾക്ക് ടെൻസ് അറിയില്ലെങ്കിൽ പോലും നിങ്ങൾ കുറച്ചെങ്കിലും അത് ആലോചിച്ച് എഴുതുന്നുണ്ടല്ലോ, അത് നൈസ് ആട്ടോ, കൊള്ളാം. ടെൻസ് പഠിച്ചത് ഇവിടെ ഒന്നും നിൽക്കേയില്ല. ഓക്കെ, കൊള്ളാം എന്തായാലും. ടെൻസിൽ ഹാഡ് ബീൻ ഹാവ് ബീൻ ഒക്കെ ചേർത്തെന്ന് അറിയാലോ, അത് വെച്ച് തട്ടിവിടുക. ഇല്ല, കൊള്ളാം. ടെൻസ് നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ ആലോചിക്കുക, നിങ്ങള് ഒരുപാട് ഇമാജിൻ ചെയ്തൊക്കെ എഴുതാൻ പറ്റും. ഇമാജിനേഷൻ ഉണ്ട്, നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്, അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പൊ ടെൻസ് കൊണ്ട് നിങ്ങളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ എഴുതാൻ പറ്റും, സംസാരിക്കാനും പറ്റും. അത് പ്രാക്ടീസ് ചെയ്യാണ്. Stay calm during the emergency. റീജു ഒരു സെന്റൻസ് കഴിയുമ്പോ ഫുൾ സ്റ്റോപ്പ് ഇടുക, അതിനുശേഷം മാത്രം സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. How many classes do you study already? Yeah. Very good. We fast during the day in the month of Ramzan. Okay. മാം, രണ്ടാമത്തെ എക്സാമ്പിളില് ഷീ കെപ്റ്റ് ടേക്കിംഗ് ടു മീ ഡ്യൂറിങ് ദ ഫിലിം എന്നാണോ? She kept talking on it. Sorry, reading. Talking to me during the film. Filmനൊക്കെ spelling mistake ഉണ്ട്, കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യും. You first one എന്തുവാ? During the exam you can't exam. You also you can speak. ഞാൻ എന്ത് പറഞ്ഞാലും എഴുതുന്നതാണോ? You can speak on the during the exam you can speak. She kept talking to me during the film. I take notes during the class. He fell asleep during the movie. We visited London during our holiday. Holidays, sorry, plural of holidays. Okay, exam ready complete ആയെങ്കിൽ നമുക്ക് wind up ചെയ്യാം. Okay. So we have discussed today's class. We have discussed two preposition as a since and during. So hope you all understand what you study, what I study. Okay. മിസ്സസ് അതിനോട്ട് ഞാൻ പറയാം. Okay. സിൻസ് പോലെയല്ലേ ഫോർ, അപ്പൊ സിൻസും ഫോറും തമ്മില് Yes, sir. ഫോറും കൂടി പറയണേ. അത് നമ്മൾ ക്ലാസ് എടുക്കുന്നുണ്ട്. പറയാം. ഓക്കെ. Okay. നിന്നെ ഇന്നലെ വേദനിപ്പിച്ചവരെ നീ മറന്നേക്കുക, എന്നാൽ നിന്നെ എന്നും സ്നേഹിക്കുന്നവരെ ഒരിക്കലും മറക്കാതിരിക്കുക. നിന്നെ കരയിപ്പിച്ച ഭൂതകാലത്തെ മറന്നേക്കുക. നിന്നെ പുഞ്ചിരിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന വർത്തമാനകാലത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. വേദനകൾ മറക്കുക, അതിൽ നിന്നും നീ പഠിച്ച പാഠങ്ങൾ ഒരിക്കലും മറക്കാതിരിക്കുക. അബ്ദുൽ കലാം സാറിന്റെ വരികളാണ് മിസ്സേ. താങ്ക് യു. Okay. അതില് ഒരു കാര്യം ഞാൻ പറയട്ടെ, നമ്മള് കരയിച്ച നിമിഷങ്ങളും വേദനിച്ച നിമിഷങ്ങളും ഒരിക്കലും മറക്കണം, മറന്നോളൂ, പക്ഷെ അതെല്ലാം ഓർത്ത് ഒരു വാശിയിൽ നമ്മൾ ജീവിക്കണം. ഓക്കെ. So thank you all. See you on the next class and bye to all. Thank you, ma'am. Thank you, ma'am. താങ്ക് യു മാം.